ഹാർട്ട് ബീറ്റ് എന്താ ഇങ്ങനെ കൂടുന്നത്? കർത്താവേ, ഇനി ഡ്രാമയിൽ FF-ലെയും പോലെ കിസ് ചെയ്യോ ഇങ്ങേര്? അയ്യോ, എൻ്റെ ഫസ്റ്റ് കിസ് പോവോ? നീ എന്താ ആലോചിക്കുന്നത്? കിസ് അല്ല, ഒന്നുമില്ല. അയാളെ കാണാനില്ലല്ലോ. എന്നാലും എന്നെ കണ്ടുപിടിക്കില്ല. ഓ, ഇവിടെ ഉണ്ടാ മാഡം, ഇപ്പൊ കാണിച്ചുതരാം. അതിനെക്കൊട്ട് ഒരു പണി തരാം. ഓ അയ്യോ അമ്മേ! വിണ്ണൂടെ മിന്നാതെ വിണ്ണിഞ്ഞത് അത് அது உன் பொன்னகை ஒற்றை பூ பூக்கின்ற தேசம் ஏது அது அது உன் பாதீரத்தீது அது உந்தன் தீண்டலே சூடுகிற பொய்து അത് യുക്കിയുടെ സൗണ്ട് അല്ലേ? അവൾക്ക് എന്താ പറ്റിയേ? അതേലോ, അത് യുക്കിയുടെ സൗണ്ട് ആണല്ലോ. വാ, എന്തായാലും പോയി നോക്കാം. എന്താ മോളെ, എന്താ പറ്റി? ഒന്നുമില്ല ചേച്ചി, ഒരു തലവേദന. ഓ, അതാണോ? ഞാൻ പേടിച്ചു പോയില്ലേ. വാ ചേച്ചി, നിനക്ക് ബാമ തേച്ചുതരാം. എന്താ ഇവിടെ സംഭവിച്ചേ? അശോ, എനിക്ക് വയ്യ. എന്നാലും അവൾ എനിക്ക് ഹഗ് തന്നല്ലോ. എന്താ ഒരു വിശപ്പ്. താഴെ പോയി വല്ലതും കഴിക്കാം. അയ്യോ അമ്മ, എന്റെ നാട്ടു. അയ്യോ, ആരും കണ്ടില്ലല്ലോ. നൈസായി പോവാൻ ഒന്നും നടത്തിയിട്ടില്ലാത്തത്. അമ്മ വന്ന എടി, നീ വല്ല സൗണ്ട് കേട്ടോ? അങ്ങനെ ഒരു ചക്ക വീഴുന്ന പോലെ ഒരു സൗണ്ട് കേട്ടു. എന്താണെന്നോ? ചക്ക വീണതോ? പോയമ്മ, ഞാനൊന്നും കേട്ടില്ലല്ലോ. എനിക്കിത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു. ഡയറ്റിങ് തുടങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ തടി കൂടും. ശരി, എന്തെങ്കിലും ആവട്ടെ. അല്ല, നീ എന്തിനപ്പോ വന്നേ? ഞാൻ വന്നത് എന്തിനായിരുന്നു? വല്ല തിന്നാനുണ്ടോയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഡയറ്റൊക്കെ പിന്നെ നോക്കാം. തിന്നണ്ടമ്മ? അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, പോയി നോക്കും. യുക്കി, അമ്മ നിന്നെ ഇന്ന് വിഷുവിന് കണി കാണിക്കാൻ വേണ്ടിയിട്ട് വിളിക്കേ. നീ കണ്ണ് തുറക്കല്ലേ. നീ എന്നും ചെയ്യാറുള്ള പതിവ് പരിപാടി അത്. ഇല്ല ചേച്ചി, ഞാൻ ചെയ്യാതിരിക്കാൻ നോക്കാം. പക്ഷെ ഞാൻ എന്നും ചെയ്തു പോവും. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്രാവശ്യം ചെയ്യില്ല ചേച്ചി, ഉറപ്പ്. അങ്ങനെ നമ്മുടെ ജീനി അമ്മ രാത്രി വിഷു കണി ഒക്കെ ഒരുക്കിയിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് കണി കാണിക്കാനായി കൊണ്ടുപോയി. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതേ ഇവള് ഓരോ നിമിഷം എന്നെ ഇല്ലാതാക്കുകയാണല്ലോ. ഈ ചായ വാ, നമുക്ക് പടക്കം പൊട്ടിക്കാം. അല്ല, ധ്രുവ്മോൻ എന്താണ് പടക്കമൊന്നും പൊട്ടിക്കാത്തെ? അത് അമ്മ, അവൻ ചെറുപ്പത്തിൽ പൊട്ടിച്ചപ്പോൾ അവന്റെ കയ്യിൽ പൊട്ടി. അതിനുശേഷം അവനെ പേടിയാണ്. ഇങ്ങനെ വിട്ടാ പച്ചലല്ലോ ഇയാളെ. ഞാൻ ശരിയാക്കി തരാം. ഈ ചായ ഇങ്ങനെ പടക്കത്തെ പേടിച്ച് എങ്ങനെ ശരിയാവും? വാ, ഞാനത് പേടിയൊക്കെ മാറ്റിത്തരാം. ഇങ്ങോട്ട് വാന്നേ. ഇവിളി എങ്ങോട്ടാ എന്നെ ഇങ്ങനെ കൊണ്ടുപോണത്? ഈ പടക്കം പിടിച്ച് ഈ ചായ പേടിക്കണ്ടാട്ടോ. ഇനിയൊന്നും സംഭവിക്കില്ല. ഇച്ചാൻ്റെ കൈയൊന്നും പൊള്ളില്ല കേട്ടോ. ഇവളിങ്ങനെ പറയുമ്പോ എന്തുകൊണ്ടാ എന്റെ മനസ്സിങ്ങനെ ചെയ്യാൻ തോന്നിപ്പിക്കുന്നേ? പിടിക്കിച്ചായ. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഹെൽപ്പ്. എടി യുക്കി, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ ആരവിച്ചായ, എന്താ കാര്യം? നിന്റെ അച്ഛൻ എന്താ സംഭവിച്ചേ? അത് ചോദിച്ചപ്പോ നീ എന്താ അങ്ങനെ മിണ്ടാതിരുന്നേ? വല്ല പ്രോബ്ലം ഉണ്ടോ? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ചായ.